+1 +2 ഇംഗ്ലീഷ് എക്സാമിൽ 8 മാർക്കിനും 6 മാർക്കിനും ഒക്കെ ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ജോബ് ആപ്ലിക്കേഷൻ ആൻഡ് റെസ്യൂമെ എന്ന് പറയുന്നത്. അപ്പം ഇതിൽ 2 ഭാഗമായിട്ടാണ് ഉള്ളത്. ഒന്ന് ജോബ് ആപ്ലിക്കേഷനും രണ്ടാമത് റെസ്യൂമെയും. ജോബ് ആപ്ലിക്കേഷൻ ആൻഡ് റെസ്യൂമെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഇതൊരു ഫ്രഷ് പേജിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഒരു പേജിൽ ജോബ് ആപ്ലിക്കേഷനും നെക്സ്റ്റ് പേജിൽ റെസ്യൂമെയും എഴുതാൻ വേണ്ടി നോക്കുക. വളരെ ഈസി ആയിട്ട് നമുക്ക് 8 മാർക്ക് ഈ ഒരു ക്വസ്റ്റ്യന് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. കാരണം ഈ ഒരു ഫോർമാറ്റ് നമ്മളൊന്ന് പഠിച്ചാൽ മതി. നമുക്ക് ഇതിന്റെ ഫോർമാറ്റ് എന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ജോബ് ആപ്ലിക്കേഷന്റെ ഫോർമാറ്റ് ആണ് നോക്കുന്നത്. ഇതിൽ ഫസ്റ്റ് സെൻഡേഴ്സ് അഡ്രസ് ആണ് കൊടുക്കുന്നത്. അതായത് ഫ്രം അഡ്രസ് നമ്മൾ കൊടുക്കണം. അതിനുശേഷം ഡേറ്റ് എഴുതണം. ഏതാണ് ആ ഡേറ്റ് എന്ന്. അതും എക്സ്റ്റെൻഡഡ് ഫോമിലായിട്ടാണ് എഴുതുന്നത്. അതായത് ഡേറ്റ്, മന്ത്, ഇയർ അങ്ങനെയുള്ളൊരു എക്സ്റ്റെൻഡഡ് ഫോമിലാണ് എഴുതേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് റിസീവേഴ്സ് അഡ്രസ് അല്ലെങ്കിൽ ടു അഡ്രസ് വരുന്നത്. അത് എഴുതണം. പ്രത്യേകിച്ച് ഒരു ജോബ് ആപ്ലിക്കേഷൻ ആവുന്ന സമയത്ത് അവരുടെ ഡെസിഗ്നേഷൻ കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കുക. മാനേജിംഗ് ഡയറക്ടർ ആയിരിക്കും, ഏത് പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ് അത് കൊടുക്കുക. നെക്സ്റ്റ് ആണ് സല്യൂട്ടേഷൻ വരുന്നത്. സർ, മാഡം, റെസ്പെക്ടഡ് സർ എന്നോ അങ്ങനെയുള്ളത് കൊടുക്കുക. നെക്സ്റ്റ് സബ്ജക്റ്റ് എഴുതുമ്പോൾ എപ്പോഴും ഇങ്ങനെ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതായത് ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എന്ത് പോസ്റ്റിനാണ് എന്നുള്ളത് എഴുതുക. അല്ലെങ്കിൽ റിഗാർഡിംഗ് ദ ആപ്ലിക്കേഷൻ ഓഫ് എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ദ പോസ്റ്റ് ഓഫ് എഴുതിയിട്ട് കോമ ഇട്ടിട്ട് റിഗാർഡിംഗും കൊടുക്കാം. ഇനി ജോബ് ആപ്ലിക്കേഷൻ എഴുതുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതും 3 പാരഗ്രാഫ് ആയിട്ടാണ് വരുന്നത്. ഫസ്റ്റ് പാരഗ്രാഫിനകത്ത് നമ്മുടെ ഇൻഫർമേഷൻസ് എവിടെ നിന്നാണ് അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഈ ഒരു ജോബ് ആപ്ലിക്കേഷനെ കുറിച്ച് നമ്മൾ കണ്ടിട്ടുള്ളത്. അഡ്വർടൈസ്മെന്റിൽ നിന്നാണ്, അത് ന്യൂസ് പേപ്പർ കാര്യങ്ങൾ, അത് നമ്മൾ അവിടെ കൊടുക്കുക. സെക്കൻഡ് പാരഗ്രാഫിനകത്താണ് നമ്മുടെ എഡ്യൂക്കേഷൻ, എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ എഴുതേണ്ടത്. തേർഡ് പാരഗ്രാഫിലാണ് നമ്മൾ കൺക്ലൂഷൻ, അതായത് ഇന്ന ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിനു വേണ്ടി വർക്ക് ചെയ്യും, അങ്ങനെ ഒരു അഷ്യൂർ ചെയ്തുകൊണ്ടുള്ള ഒരു കൺക്ലൂഡിങ് ആയിട്ട് ഒരു പാരഗ്രാഫും കൂടെ കൊടുക്കുക. നെക്സ്റ്റ് ആണ് നമ്മുടെ റെസ്യൂമെ വരുന്നത്. റെസ്യൂമെ വരുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ ഒരു 1 ലൈനിൽ എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ എഴുതണം. ഞാനൊരു മോഡൽ കാണിക്കാം. അതിനുശേഷം കരിയർ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് ഒരു 1 ലൈൻ സ്റ്റേറ്റ്മെന്റ്, എന്താണ് നമ്മുടെ ഈ ഒരു ഗോൾ അല്ലെങ്കിൽ ഈ കമ്പനിയിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള എന്നുള്ളൊരു ഒബ്ജക്റ്റീവ് എഴുതുക. അതിനുശേഷം നമ്മുടെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് ഒരു ടേബിൾ പോലെ കൊടുക്കുക. അതൊരു എന്താണ് ഏറ്റവും ആദ്യം കഴിഞ്ഞ ഹയസ്റ്റ് ലെവൽ ഫസ്റ്റ് ആയിട്ട് കൊടുത്ത രീതിയിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊരു ടേബിൾ ആയിട്ട് വരയ്ക്കുന്നതാണ് നല്ലത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ എക്സ്പീരിയൻസ്, അത് ഏത് എത്ര കാലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, ഇയറും അതേപോലെ തന്നെ ഡെസിഗ്നേഷനും കാര്യങ്ങളും അതിൽ മെൻഷൻ ചെയ്തിരിക്കണം. പിന്നെ നമ്മുടെ സ്കിൽസ്, എന്തൊക്കെ സ്കിൽസ് ആണ് എന്നുള്ളത് എഴുതിയിരിക്കുക. പിന്നെ വേണമെങ്കിൽ ലാംഗ്വേജസ് നോൺ എന്നീ കാര്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം ഡിക്ലറേഷൻ എന്ന് പറഞ്ഞിട്ടൊരു പാർട്ട് ഉണ്ട്. ഇതൊരിക്കലും മറക്കരുത്, എങ്കിലാണ് നമ്മുടെ ജോബ് ആപ്ലിക്കേഷൻ പ്ലസ് റെസ്യൂമെ കംപ്ലീറ്റ് ആവുള്ളൂ. ഈ ഡിക്ലറേഷന്റെ അകത്ത് നിങ്ങൾക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് ഐ ഹിയർബൈ ഡിക്ലെയർ ദാറ്റ് ഓൾ ദ ഇൻഫർമേഷൻ ഗിവൺ അബവ് ഇസ് ട്രൂ ആൻഡ് കറക്റ്റ് ടു ദ ബെസ്റ്റ് ഓഫ് മൈ നോളജ്. ഈ മുകളിൽ കൊടുത്ത എല്ലാ ഇൻഫർമേഷനും ശരിയാണ് എന്ന് വെക്കുന്നതിനാണ് നമ്മൾ ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. അതെല്ലാ ജോബ് ആപ്ലിക്കേഷനിലും നിങ്ങൾക്ക് ഒരേപോലെ കൊടുക്കാൻ പറ്റും. അതിനുശേഷം പ്ലേസ്, ഡേറ്റ്, സിഗ്നേച്ചർ, പേര് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആവും. ഇനി നമുക്ക് ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ നോക്കാം. അതായത് നമ്മുടെ ഒരു ചാപ്റ്ററിനകത്ത് ഹിമാലയസ്കി ഫാം ഹൗസിൽ ഒരു എസ്റ്റേറ്റ് മാനേജറിനെ വേണം എന്ന് കരുതിയിട്ടൊരു ആപ്ലിക്കേഷൻ ആണ്. അപ്പം അതിൽ ആപ്ലിക്കേഷൻ ലെറ്ററും CV നമ്മൾ റെസ്യൂമെ പറയുന്നത്, ഇത് എഴുതാനുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പം ഇത് നിങ്ങൾക്ക് ഇതിൽ നോക്കാം. ഇതിൽ ഞാൻ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഫ്രം അഡ്രസ് ഉണ്ട്, ഡേറ്റ്, പിന്നെ ടു അഡ്രസ്, അത് കഴിഞ്ഞിട്ട് സല്യൂട്ടേഷൻ സർ, പിന്നെ സബ്ജക്റ്റ്, അതിൽ ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എസ്റ്റേറ്റ് മാനേജർ എന്ന് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവസാനമാണ് ഞാൻ റിഗാർഡിംഗ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ എവിടെ നിന്നാണ് ആ ഒരു സോഴ്സ് ഇൻഫർമേഷൻ കിട്ടിയെന്നാണ് കാണിക്കേണ്ടത്. അപ്പം ഇതിൽ ഞാൻ പറയുന്നു, വിത്ത് ദ റെഫറൻസ് ടു യുവർ അഡ്വർടൈസ്മെന്റ് ഇൻ ദ ഡെയിലി ന്യൂസ്, ഡേറ്റ്, ആ ഡേറ്റും സ്പെസിഫൈ ചെയ്യുക. ഡേറ്റഡ് ഓൺ 1 March 2026. ഐ വിഷ് ടു അപ്ലൈ ഫോർ, ഞാൻ ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നു.
സെക്കൻഡ് പാരഗ്രാഫിൽ ആ എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് കൊടുക്കുക. അവസാനത്തെ പാരഗ്രാഫിൽ നമ്മൾ ഈ ഒരു റെസ്യൂമേ ഇതിന്റെ കൂടെ വെച്ചിട്ടുണ്ട്. ദാറ്റ് ഐ ഹാവ് എൻക്ലോസ്ഡ് മൈ റെസ്യൂമേ എന്നുള്ള കാര്യം പറയുക. എന്നിട്ട് ഒരു അഷ്യൂറൻസ് കൊടുക്കുക, ഞാൻ ഇത് സെലക്ട് ആയിട്ടുണ്ടെങ്കിൽ ഇന്ന ഡ്യൂട്ടീസ് ചെയ്യും. അതാണ് തേർഡ് പാരഗ്രാഫ്. പിന്നീടാണ് റെസ്യൂമേ വരുന്നത്. ഇത് നിങ്ങൾക്കൊന്ന് നോക്കാം. ഇതേപോലെ ഒന്ന് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് എക്സാമിന് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇനിയും ഇങ്ങനത്തെ നല്ല വീഡിയോസ് വേണമെങ്കിൽ, ഇങ്ങനത്തെ എക്സാം കാര്യമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് വേണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. അങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.